ഇന്ത്യയെ തകർക്കണം എന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ലോക രാജ്യങ്ങളിൽ ചിലത് വളരെ അപകടകാരികളാണ്. അതിലൊന്നാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യം. തുർക്കി നിരന്തരമായി ഇന്ത്യക്കെതിരെ നിലപാടെടുത്തതിന് കാരണം അവർക്ക് പാകിസ്ഥാനോടുള്ള പ്രേമമായിരുന്നു. പാകിസ്ഥാനോട് വലിയ സ്നേഹം, സഹോദര സ്നേഹം, മുസ്ലിം ബ്രദർഹുഡ് എന്നൊക്കെ പറയാവുന്ന സ്നേഹമുണ്ടല്ലോ, അതങ്ങനെ ഇരച്ചു കയറിയപ്പോഴാണ് പാകിസ്ഥാനെ സഹായിക്കാമെന്ന് തുർക്കി തീരുമാനിച്ചത്. അതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടത്. വലിയ ചരക്ക് വിമാനങ്ങൾ വന്നിറങ്ങുന്നു, കപ്പലുകൾ വരുന്നു, അതിലെല്ലാം തന്നെ ആയുധങ്ങൾ കൊണ്ടുവരുന്നു. വമ്പൻ ആയുധങ്ങളാണ് തുർക്കി പാകിസ്ഥാന് നൽകിയത്. പാകിസ്ഥാന് തുർക്കി മാത്രമല്ല ആയുധങ്ങൾ നൽകിയെന്ന് നമുക്കറിയാം, ചൈനയും നൽകിയിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളുടെ ആർമി ചീഫ് പറഞ്ഞത്, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ നേരിട്ടത് ഒരു രാജ്യത്തെ അല്ല, പല രാജ്യങ്ങളെയാണ്. 3 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യയോട് കളിക്കാൻ വന്നവർക്കൊക്കെ അത്യാവശ്യം പണി കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് കാണുന്നത്. ചില പണികൾ ഇന്ത്യയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അവസ്ഥയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ അടിച്ചു തകർത്ത പാകിസ്ഥാൻ ഇന്ന് വരെ എഴുന്നേറ്റ് നിന്നിട്ടില്ല. അപ്പോൾ മറ്റു രണ്ട് രാജ്യങ്ങളുടെ കാര്യമോ? ചൈനയ്ക്കുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയുധം കൊണ്ടല്ല കൊടുക്കേണ്ടത്. ആയുധം കൊണ്ട് കൊടുക്കുന്നത് ബുദ്ധിപരമാവുകയും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ചൈന പോലുള്ള രാജ്യവുമായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് മാത്രമല്ല നഷ്ടമുണ്ടാകുന്നത്, നമുക്ക് നഷ്ടമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നിനെയും അതിൻ്റേതായ രീതിയിലാണ് എടുക്കേണ്ടത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. അതായത് രാവണപ്രഭു സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഡയലോഗില്ലോ, എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരും AK-47 എടുത്ത് വെടിവെക്കില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഇന്ത്യ ചെയ്യുന്ന കളികളും. ഇന്ത്യ കൃത്യമായി തന്ത്രപരമായി ഈ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ തുർക്കിയെ എങ്ങനെയാണ് നേരിടുന്നതെന്നല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുർക്കി മാത്രമല്ല, അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യവും തുർക്കിക്കൊപ്പം ചേർന്ന് പാകിസ്ഥാനെ സഹായിച്ചു. പക്ഷേ സഹായിക്കാനുള്ള വല്ല ശേഷിയൊന്നും ഈ പറയുന്ന അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്തില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അസർബൈജാനുള്ള പണിയും തുർക്കിക്കുള്ള പണിയും നമ്മൾ ഏതാണ്ട് ഒരുപോലെ തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവരുടെയൊക്കെ ആയുധങ്ങളുടെ ശേഷി എന്താണെന്നറിയാമോ? പല ആയുധങ്ങളും പലയിടത്തും നേരെ ചൊവ്വെ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ തുർക്കിയും അസർബൈജാനും അടക്കമുള്ള രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നം. അസർബൈജാൻ ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അർമേനിയുമായിട്ടുള്ള യുദ്ധത്തിൽ അസർബൈജാൻ പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി. പാകിസ്ഥാൻ എന്ത് ചെയ്തു? കാലഹരണപ്പെട്ട ഷെല്ലുകളൊക്കെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു. ഇവർ അത് പീരങ്കിയിലിട്ട് അടിച്ചു. പീരങ്കിക്കകത്തിരുന്ന് തന്നെ ഈ ഷെല്ലുകൾ പൊട്ടിത്തെറിച്ചു. അവരുടെ ഫീൽഡ് ഗണ്ണുകൾ, വലിയ പീരങ്കികളൊക്കെ തന്നെ കേടുപാട് സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ. പക്ഷേ ഈ അസർബൈജാൻ്റെ ശത്രുവായിട്ടുള്ള അർമേനിയ ഉണ്ടല്ലോ, അത് നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ സുഹൃത്താണ്, ഇന്ത്യയുടെ സുഹൃത്താണ് അർമേനിയ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ തുർക്കിയും വെറുതെ അല്ലിരിക്കുന്നത്. തുർക്കിക്കും 2 ശത്രുക്കളുണ്ട്, വലിയ ശത്രുക്കളാണ്, നിസാരക്കാരല്ല. യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള സൈപ്രസും ഗ്രീസുമാണ് തുർക്കിയുമായിട്ട് ഏറ്റവും വലിയ ശത്രുതയിൽ തുടരുന്ന രാജ്യം. പാകിസ്ഥാന് ചൈന കൊടുത്ത ആയുധങ്ങളുടെയൊക്കെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. നമുക്ക് പൊട്ടാതെ കിട്ടിയ അവരുടെ PL-15 എന്ന് പറയുന്ന ആയുധമുണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് വെച്ച് പഠിച്ചിട്ട് അതേ ടെക്നോളജി വെച്ച് പുതിയ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചൈന എപ്പോൾ ചോദിച്ചാലും ഫ്രീ ആയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇന്ത്യ ചെയ്യുന്ന കാര്യം. ഓക്കെ, അതും ചൈനയുടെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാം. ലോകത്തേക്ക് സകല സാധനങ്ങളും ഉടായിപ്പിൽ കയറ്റി അയക്കുന്ന ആ രാജ്യത്തിൽ നിന്ന് അതിനപ്പുറം പ്രതീക്ഷിക്കേണ്ടല്ലോ. പക്ഷേ ഡ്രോണുകളുടെ രാജാക്കന്മാർ ഞങ്ങളാണ്, ഞങ്ങളുടെ ടെക്നോളജി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച തുർക്കിയുടെ ഈ ഡ്രോണുകളൊക്കെ ലൈൻ കമ്പിയിൽ തൂങ്ങിയാടുന്നത് കാണാൻ കഴിയുന്നുണ്ട് എന്നുണ്ട്. ഇലക്ട്രിസിറ്റി ലൈനുകളിലാണ് തൂങ്ങിയാടുന്നത്. പാകിസ്ഥാൻ പലപ്പോഴായിട്ട് തുർക്കിയുടെ കയ്യിൽ നിന്ന് ചില ആയുധങ്ങളൊക്കെ വാങ്ങി അഫ്ഗാന് നേരെയൊക്കെ പ്രയോഗിച്ചു നോക്കി. പക്ഷേ ഇതൊന്നും ലക്ഷ്യം കാണാതെ തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാനും ചൈനയും വരണ്ടിരിക്കുകയാണ്. കാരണം തുർക്കിക്ക് ചുറ്റുമായി ഇന്ത്യ കൊടുത്ത ആയുധങ്ങൾ അണിനിരന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. വെറും ആയുധങ്ങളൊന്നുമല്ല. സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തിനെ അറിയാമോ? തുർക്കി 1974 ഒരു അധിനിവേശം നടത്തിയ രാജ്യമാണ് ഈ സൈപ്രസ് എന്ന് പറയുന്നത്. യൂറോപ്യൻ രാജ്യമാണ്, ഏതാണ്ട് ഗ്രീസിൻ്റെ ഒരു സഹോദര രാജ്യം എന്ന് പറയാം. അതേ സംസ്കാരം, അതേ വിശ്വാസധാരകൾ ഇതെല്ലാം പിന്തുടരുന്ന ഒരു രാജ്യം. ആ രാജ്യത്ത് 1974 തുർക്കി കയറിയ അധിനിവേശം നടത്തി. ഇതിൻ്റെ ഒരു ഭാഗവന്മാരുടെ കൈപ്പിടി ഒതുക്കുകയൊക്കെ ചെയ്തു. അവിടേക്കാണ് ഇപ്പോൾ ഇന്ത്യ എത്തിയിരിക്കുന്നത്. സൈപ്രസുമായിട്ട് ഇന്ത്യ അതിഗംഭീര കരാറുകളിൽ ഒപ്പിട്ടതിൻ്റെ ഭാഗമായിട്ട് ചില ആയുധങ്ങൾ അവിടേക്ക് എത്തി എന്നുള്ളതാണ്. ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അവിടെ വിന്യസിച്ചു കഴിഞ്ഞു. നാഗാസ്ത സ്ട്രൈക്കർ 1 അവിടെ വിന്യസിച്ചു. കാമിക്കാസെ ഡ്രോണുകൾ നിരന്നു കഴിഞ്ഞു. അപ്പോൾ സൈപ്രസ് ഇന്ത്യൻ ആയുധങ്ങൾ കൊണ്ട് അതിഗംഭീരമായ ഒരു ദീപാവലി, ഒരു വെടിക്കെട്ട്, തൃശ്ശൂർ പൂരം നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ്. അസർബൈജാൻ ഉണ്ടല്ലോ, അസർബൈജാന് കൃത്യമായിട്ട് അടികിട്ടിയത് എവിടെയാണെന്ന് അറിയാമോ? ഇന്ത്യയുടെ പിനാക റോക്കറ്റ് സിസ്റ്റം നമ്മൾ അർമേനിയയ്ക്ക് കൊടുത്തപ്പോഴാണ്. അസർബൈജാൻ തകർന്ന് തരിപ്പണമായി പോയി. അവരുടെ ഈ പറയുന്ന മോട്ടോറുകൾ, അതുപോലെ ഈ പറയുന്ന
പീരങ്കികൾ ഇതെല്ലാം വെച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം അടിച്ച് തകർത്ത് ഇന്ത്യയുടെ പിനാക റോക്കറ്റ് സിസ്റ്റം പ്രിസൈസ് സ്ട്രൈക്ക് നടത്തി. വളരെ പ്രിസിഷനായിട്ടുള്ള സ്ട്രൈക്കുകളാണ് ആ മേഖലയിൽ ഇന്ത്യയുടെ ആയുധങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഗ്രീസിനിപ്പോൾ ആയുധങ്ങൾ ഇന്ത്യ കൊടുക്കുകയാണ്. അതായത് ഇന്ത്യ അവരുമായിട്ട് ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നയതന്ത്രമുണ്ട്, വ്യാപാരമുണ്ട്, സാംസ്കാരിക കൈമാറ്റമുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ സംയുക്ത സൈനിക പരിശീലനം ഇന്ത്യയും ഗ്രീസും തമ്മിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, സമുദ്ര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളിലേക്ക് എത്തി. ഇപ്പോഴത്തെ സൈപ്രസുമായിട്ടും ഇതേ കാര്യങ്ങളുണ്ട്. വ്യാപാര വാണിജ്യ മേഖലകളിൽ, സാമ്പത്തിക രംഗത്ത്, അങ്ങനെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം സമുദ്ര സുരക്ഷയുമായിട്ടും സൈപ്രസും തുർക്കിയും, അതായത് നമുക്ക് അവരുടെ മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സുരക്ഷയൊരുക്കാൻ ഈ രാജ്യങ്ങളുണ്ടാവും. അതുമാത്രവുമല്ല, സംയുക്ത സേനകൾ ഈ മേഖലകളിലെല്ലാം തന്നെ വിന്യസിക്കപ്പെടും എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇന്ത്യക്ക് യൂറോപ്പുമായിട്ടുള്ള വാണിജ്യ കരാർ നിലവിൽ വരികയാണ്. ഈ ഡിസംബറോടുകൂടി തന്നെ അത് പൂർണ്ണ തോതിൽ കരാറ് പ്രാബല്യത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ചരക്ക് നീക്കത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാനിടയുണ്ടായാൽ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഫലവത്തായ ശ്രമമായിരിക്കും ഈ രാജ്യങ്ങളുമായിട്ട് കൈകോർക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രവുമല്ല, ഈ തുർക്കിയുമായിട്ട് ഈ ഗ്രീസിന് വലിയ ശത്രുതയുണ്ട്. ഗ്രീസിൻ്റെ ശത്രുതയ്ക്ക് കാരണം എന്താണെന്ന് അറിയാമോ? അതായത് ഏജിയൻ കടലിലെ അതിർത്തി തർക്കമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഏജിയൻ കടലിലേക്ക് തുർക്കി അനാവശ്യമായിട്ട് കടന്നു കയറുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രവുമല്ല, വിഭവത്തിൻ്റെ മേലും തുർക്കിക്ക് കണ്ണുണ്ട് എന്നുള്ളതാണ്. മെഡിറ്ററേനിയൻ മേഖലയിലെ പ്രകൃതിവാതക പര്യവേഷണത്തിൻ്റെ അവകാശ തർക്കവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ, അതിനെ തുടർന്നുണ്ട ശത്രുതാ മനോഭാവം, ഇതെല്ലാം ഉണ്ട്. ഇത് മാത്രവുമല്ല, തുർക്കിക്ക് ഈ മതപരമായിട്ട് മറ്റൊന്നായിട്ടുള്ള രാജ്യങ്ങളോട് വലിയ വിരോധമുണ്ട്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രീസിനെ പോലുള്ള ഒരു രാജ്യം വളരെ വലിയ പാരമ്പര്യമുള്ളവർ, അവർക്ക് ഒരു ക്രൈസ്തവ രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് തുർക്കിയുടെ ഒരു ആത്യന്തിക ലക്ഷ്യമാണ്. കാഫിറിനെ കൊല്ലുക. അത് നമ്മുടെ ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർമേനിയയാണ്. അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള തർക്കത്തിൽ ഈ തുർക്കി എന്ത് ചെയ്യുമെന്നറിയാമോ? നേരെ ആയുധങ്ങളിൽ അസർബൈജാന് കൊടുക്കും, എന്നിട്ട് അർമേനിയയ്ക്ക് കയറി അടിക്കാൻ പറയും. അപ്പോൾ അർമേനിയ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി. അപ്പോൾ അർമേനിയ വാങ്ങിയ നിസ്സാരപ്പെട്ട സാധനങ്ങളല്ല. നമ്മളുടെ പിനാകയുണ്ട്, പിനാകയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അത് മാത്രവുമല്ല, അടുത്ത കാര്യം എന്താണെന്നറിയാമോ? പിനാകയുണ്ട്, പിന്നെ നമ്മുടെ ആൻറ്റി ടാങ്ക് മിസൈലുകൾ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ളതുണ്ട്, ദീർഘദൂര റഡാറുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ തോക്കുകൾ, അവരുടെ ഈ പറയുന്ന അസോൾട്ട് റൈഫിളുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വെടിയുണ്ടകൾ നൽകി. ഈ ആൻറ്റി ടാങ്ക് മിസൈലുകളുണ്ട്, മോട്ടോറുകൾ, റഡാറുകൾ, ദീർഘദൂര റഡാറുകളുണ്ട്. അങ്ങനെയുള്ള നിരവധി ആയുധങ്ങളാണ് ഇന്ത്യ നൽകിയത്. നേരിട്ടുള്ള യുദ്ധങ്ങൾക്കും അതുപോലെ തന്നെ ദീർഘദൂരത്തിൽ നിന്നുകൊണ്ടുള്ള ആക്രമിക്കാനുള്ള ശേഷിയും ഒക്കെ ഉള്ള ആയുധങ്ങളാണ് ഇന്ത്യ അർമേനിയയ്ക്ക് നൽകിയത്. ഇതോടുകൂടി തുർക്കിക്കും അസർബൈജാനും ചുറ്റുമായി ഇന്ത്യയുടെ ആയുധങ്ങൾ നിരന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. എപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് തുർക്കി ഇനിയൊരു നീക്കം നടത്തുന്നുവോ അവർക്ക് നേരെ കൃത്യമായ ആയുധങ്ങൾ കൃത്യമായ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് വീഴുമെന്നുള്ളതാണ്. ഈ തുർക്കിയിലൊരു വലിയ ഭൂചലനം ഉണ്ടായപ്പോഴത്തേക്ക് ഇന്ത്യയാണ് അവിടെ ആദ്യം എത്തിയത്. ഇന്ത്യയുടെ നമ്മുടെ പാരാ റെജിമെൻറ്റിനെ അങ്ങോട്ട് അയച്ചു, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ടും ഇവർ എന്താ ചെയ്ത്? നമ്മുടെ ശത്രുവിന് പാകിസ്ഥാന് ആയുധം കൊടുത്തു മതത്തിൻ്റെ പേരിൽ. അപ്പോൾ അതിനുള്ള പണിയാണ്. അത് മാത്രവുമല്ല, ഇന്ത്യയുടെ ഉപരോധം, ഇന്ത്യ അപ്രഖ്യാപിതമായിട്ട് ഉപരോധങ്ങളുണ്ട്. അവരുടെ സാധനങ്ങളൊന്നും ഇന്ത്യയിലെ കച്ചവടക്കാർ ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. തുർക്കി ആപ്പിൾ വേണ്ടാന്ന് പറഞ്ഞു, തുർക്കിയിൽ നിന്നുള്ള പല പ്രോഡക്റ്റുകളും വേണ്ടാന്ന് പറഞ്ഞു. പല എയർപോർട്ടുകളിലും തുർക്കിയിലെ കമ്പനികൾ നൽകിയിരുന്ന സേവനങ്ങൾ നമ്മൾ റദ്ദ് ചെയ്തു, നമുക്കൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇതോടുകൂടി തുർക്കി ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാലം നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്നവരെ അങ്ങനെയൊന്നും സ്വീകരിക്കില്ല എന്നുള്ളതാണ്. ഏതായാലും അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ നന്നായിട്ട് തുർക്കി അനുഭവിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ചുറ്റും നിരന്നിരിക്കുന്നത് ഇന്ത്യൻ ആയുധങ്ങളാണ്. എന്നാൽ ഇന്ത്യ ഒരായുധം പോലും അവിടേക്ക് പ്രയോഗിക്കുന്നില്ല എന്നതും മറ്റൊരു കാര്യമാണ്. നമ്മൾ പ്രയോഗിക്കാതെ തന്നെ നമ്മൾ ഏൽപ്പിക്കാൻ പോകുന്ന പ്രഹരം അവിടെ കിട്ടും. അത് ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയമാണ്. നമ്മുടെ പ്രധാനമന്ത്രി വിവിധ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇവിടെ പലരും ചോദിക്കില്ല എന്തിനെന്ന്. അതിനുള്ള ഉത്തരമാണിത്. ഇന്ത്യ നേടുന്ന വമ്പൻ വിജയം അത് തുർക്കിക്ക് ചുറ്റുമുള്ള ആയുധങ്ങളാണ്. ഇനി എന്ന് തുർക്കി ഇടയുന്നോ അന്ന് അടി വീഴും.